ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസുഖമായിട്ട് കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖം പ്രാപിപ്പാൻ ഭഗവാൻ കൃപ കൊടുക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമ്മൾ നാരായണീയം ദശകം 57 പ്രലംബാസുര വധമാണ് വായിച്ചുകൊണ്ടിരുന്നത്. കൃഷ്ണനും ഗോപന്മാരുമായി ഒരു വൃക്ഷച്ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗോപൻ്റെ വേഷം കെട്ടി പ്രലംബാസുരൻ അവിടെ എത്തി. കുട്ടികളോടെ കളിക്കാൻ വൃക്ഷച്ചുവട്ടിൽ നല്ല സ്ഥലം നോക്കി കളിക്കാനിരുന്നപ്പോൾ ഇവൻ ഭഗവാനെ തരം നോക്കി കൊല്ലാൻ വേണ്ടി ഗോപന്മാരുടെ വേഷം കെട്ടി അവിടെ വന്നു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. 4-ാം ശ്ലോകം. ശ്ലോകം 4. ജാൻ അപ്യഭിജാനൻ ഇവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വട നികടേ പടു പശുപ വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധ. ജാൻ അഭിവിജാനൻ ഇവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വട നികടേ പടു പശുപ വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധ. ഇവിടെ കൃഷ്ണൻ പ്രലംബാസുരനെ തിരിച്ചറിഞ്ഞു. എങ്കിലും അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ ഭഗവാൻ ആ അസുരനോട് സൗഹാർദ്ദപരമായി ഇടപെട്ടു, സ്നേഹത്തോടുകൂടി. കാരണം അറിഞ്ഞില്ല എന്നുള്ള ഭാവം കാണിക്കാൻ അങ്ങനെ വേണമല്ലോ. അതുകൊണ്ട് പിന്നെ വടവൃക്ഷ ചുവട്ടിൽ കയ്യൂക്കും മെയ്യുമെടുക്കുമുള്ള ഗോപന്മാരെ മാത്രം ഉൾപ്പെടുത്തി ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഈ ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേര്, അതായത് പ്രായവും വണ്ണവും പിന്നെ ആരോഗ്യമൊക്കെ ഒരുവിധം രണ്ടുപേർക്കും തുല്യം വേണം. അല്ല വെറും നിസ്സാരമായ വെയിറ്റിൽ ആരോഗ്യം ഇല്ലാത്തവരും ആരോഗ്യമുള്ളവരുമായിട്ട് ചെയ്യത്തില്ല. ഒരുവിധം രണ്ടുപേരും തരക്കാരായിരിക്കണം. അങ്ങനെയാണ് ദ്വന്ദ്വയുദ്ധം. അവർ അങ്ങനെ അത് ആരംഭിച്ചു. ഭഗവാൻ ഈ ഒരു വ്യവസ്ഥയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ നമുക്ക് ഈ 2 പേർക്ക് കളിക്കാം എന്ന് കരുതി അങ്ങനെയാണ് ദ്വന്ദ്വയുദ്ധം ഉണ്ടാക്കി. മെയ്മെടുക്കില്ലാത്തവരെ മാറ്റി നിർത്തി കാണികളായി നിന്നുകൊള്ളാൻ പറഞ്ഞു. അസുരനെ മിടുക്കുള്ള ഗോപനായി കണക്കാക്കി ദ്വന്ദ്വത്തിൽ ചേർത്തു. അതായത് അസുരനെ കണ്ടാൽ നല്ല മിടുക്കുണ്ട്, അതുകൊണ്ട് അയാളെ ഈ യുദ്ധത്തിൽ കളിക്കാൻ കൃഷ്ണൻ അനുവദിച്ചു. അവരെ കൂടെ ചേർത്തു. 5-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവൽക്കം അപി ത്വത് ബലഭീരും ദൈത്യം ത്വത് ബലഗതം അന്യം അന്യഥാ ഭഗവൻ. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവൽക്കം അപി ത്വത് ബലഭീരും ദൈത്യം ത്വത് ബലഗതം അന്യം അന്യഥാ ഭഗവൻ. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ നാരായണ ഭഗവാനെ, അങ്ങ് അതായത് ഭഗവാൻ ഗോപന്മാരെ ബലഭദ്രൻ്റേതും അങ്ങയുടേതുമായ 2 ചേരിയാക്കി സംഘം തിരിച്ചു. അത് ഗോപന്മാരെല്ലാവരെയും രണ്ട് ചേരിയായിട്ട്, ഒരു ചേരി ബലഭദ്രൻ്റേതായിട്ടുള്ള ചേരി, ഒരു ചേരി കൃഷ്ണൻ്റെ ചേരി. അപ്പോൾ ബലഭദ്രനും കൃഷ്ണനുമാണ് 2ലും ഉള്ളത്. 2ആയിട്ട് തിരിച്ചേക്കുന്നത്. ഒന്നിൽ ബലഭദ്രനും ഒരു ചേരിയിൽ കൃഷ്ണനും. അങ്ങനെ 2 ചേരിയാക്കി സംഘം തിരിച്ചു. അപ്പോൾ കൃഷ്ണൻ്റെ പക്ഷത്തും കുറച്ച് പിള്ളേർ, ബലഭദ്രൻ്റെ ഭാഗത്തും കുറച്ച് പിള്ളേർ. എന്നിട്ട് അസുരനെ അങ്ങയുടെ സംഘത്തിൽ കൂടുവാൻ അനുവദിച്ചു. ഈ പ്രലംബാസുരനെ കൃഷ്ണൻ്റെ സംഘത്തിൽ ചേർത്തു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 6. കൽപ്പിത വിജേതൃവഹനി സമരേ പരയൂഥകം സ്വദയിതതരം ശ്രീദാമാനം അഥഥ പരാജിതോ ഭക്തദാ സദാം പ്രഥയൻ. കൽപ്പിത വിജേതൃവഹനി സമരേ പരയൂഥകം സ്വദയിതതരം ശ്രീദാമാനം അഥഥ പരാജിതോ ഭക്തദാ സദാം പ്രഥയൻ. അങ്ങനെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. വ്യവസ്ഥ എന്തെന്ന് വെച്ചാൽ, ജയിച്ചവനെ തോറ്റവൻ എടുത്തുകൊണ്ട് ഒരു നിശ്ചിത സ്ഥലം വരെ ഓടണം. ആരാണ് 2 പേര് തങ്ങളിൽ ദ്വന്ദ്വയുദ്ധം പറഞ്ഞാൽ 2 പേര് തങ്ങളിലാണ്. അതിൽ ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്. അപ്പോൾ ജയിച്ചവനെ തോറ്റവൻ ഒരു നിശ്ചിത സ്ഥലം വച്ചിട്ടുണ്ട്, അവിടം വരെ എടുത്തുകൊണ്ട് ഓടണം.
അതായത് ജയിച്ചവനെ തോറ്റവൻ ചുമക്കണം. യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഭഗവാനെ അങ്ങ് തോറ്റവനായി. ആദ്യം തുടക്കത്തിൽ തന്നെ ഭഗവാൻ ആരാ ഭഗവാനോട് ഈ ദ്വന്ദ്വത്വം പിടിച്ചത്, മല്ല് പിടിച്ചത്? അപ്പോൾ ഭഗവാൻ തന്നെ അങ്ങ് തോറ്റവനായി. മറുകക്ഷിയിൽപ്പെട്ട തൻ്റെ ചങ്ങാതിയായ ശ്രീതാമാവിനെ ചുമന്നുകൊണ്ട് താൻ ഭക്തദാസനാണെന്നറിയിച്ചു. അപ്പോൾ ശ്രീതാമാവ് ചങ്ങാതിയാണല്ലോ, സുഹൃത്താണല്ലോ ഭഗവാന്റെ. അങ്ങനെ അദ്ദേഹത്തെ ചുമന്നും കൊണ്ട് ഭക്തദാസനാണെന്നറിയിച്ചു. ഭക്തൻ്റെ ദാസനാണ് ഭഗവാൻ. ദാസന്മാരെ ചുമക്കൊന്നും കൂടെ ഇതിൽ കൂടെ ഉൾക്കൊള്ളിക്കുന്നു. നമുക്ക് ചിന്തിക്കണം, നമ്മൾ അതും കൂടെ നമ്മളിൽ മനസ്സിലാക്കണം. ഒരു ഭക്തനെ അത്രത്തോളം ഭഗവാൻ സ്നേഹിക്കുന്നു. നമ്മുടെ ശ്രീതാമാവ് അത്രമാത്രം ഭഗവാന്റെ സുഹൃത്താണ്, ഭക്തനാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തോറ്റു കൊടുത്തതാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. ഭഗവാൻ എന്താ ഒക്കാത്തത്? അതുകൊണ്ട് ഭക്തന് അത്രമാത്രം സ്നേഹമുണ്ട്. അതുകൊണ്ട് ഭക്തനവിടെ ഒരു പരീക്ഷണം കൂടെ ആണ്. എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും മനസ്സിലാക്കും ഭഗവാന് എല്ലാവരുടെയും ദാസനാവാൻ ഒരു മടിയുമില്ല. ഭക്തനോട് അത്ര സ്നേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കും ഭഗവാനോട് അത്രമാത്രം സ്നേഹം ഉണ്ടാവും. ശ്രീതാമാവിന് എത്രമാത്രം സ്നേഹമുണ്ട്, അതുപോലെ നമുക്കും സ്നേഹം ഉണ്ടാവും. ശ്ലോകം 7. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹൽസു ബാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരതോ ഭവത് ഭീത്യ. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹൽസു ബാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരതോ ഭവത് ഭീത്യ. അങ്ങനെ ജയിച്ചവനെ തോറ്റവൻ എടുത്തുകൊണ്ട് നടക്കണം. ഇപ്രകാരം ജയിച്ചവനെ തോറ്റവൻ എടുക്കുന്ന രീതി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ശ്രീതാമാവിനെ കൃഷ്ണൻ എടുത്തുകൊണ്ട് നടന്നു. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോരുത്തർ തങ്ങളിൽ യുദ്ധം നടക്കുന്നു. അവർ ഇങ്ങനെ ജയിച്ചവനെ തോറ്റവൻ എടുക്കുന്ന രീതി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ദ്വന്ദ്വയുദ്ധം തുടരവേ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പം പ്രലംബൻ്റെ ഊഴമെത്തി. പല പല കുട്ടികളും തങ്ങളിലായി. അവസാനം എന്തുവന്ന്? പ്രലംബനായ ഈ അസുരൻ്റെ ഊഴമായി. അയാളാണ് ഇനി അടുത്ത ദ്വന്ദ്വയുദ്ധത്തിൽ വരുന്നത്. അതിൻ്റെ കൂടെ ആരാ? തക്കതായ അതുപോലെ തരം ആരാ ഉള്ള? ബലരാമനേ പറ്റൂ. അതുകൊണ്ട് ബലരാമനും പ്രലംബനും യുദ്ധം നടത്തി. കാരണം ഈ അസുരൻ ആരുടെ കക്ഷിയില? കൃഷ്ണൻ്റെ കക്ഷിയില. അപ്പോൾ ബലരാമൻ്റെ കക്ഷിയിൽ നിന്ന് ബലരാമൻ വരണം പ്രലംബനോട് യുദ്ധം ചെയ്യാൻ. അങ്ങനെ ബലരാമനും പ്രലംബനും യുദ്ധം നടത്തി. ബലരാമൻ തോറ്റു കൊടുത്തില്ല. വ്യവസ്ഥ അനുസരിച്ച് ബലരാമനെ തോറ്റ പ്രലംബാസുരൻ എടുത്തുകൊണ്ട് ഓടി. ഒരു നിശ്ചിത സ്ഥലം വരെ ഓടാകൂ. പക്ഷേ ഇദ്ദേഹം സാധാരണ നിശ്ചിത ദൂരം കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് ഓടി. എന്തെന്നാൽ ഭഗവാനെ അങ്ങനെയുള്ള ഭയം അവനുണ്ടായിരുന്നു. കൃഷ്ണനോടൊരു ഭയം ഇവനുണ്ട്. അതായത് ഭഗവാൻ കാണാതെ ബലരാമനെ വധിക്കാനുള്ള തരം നോക്കിയാണ് നടക്കുന്നത്. എന്തായാലും കൃഷ്ണനുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റും. അവർ രണ്ട് കക്ഷിക്കാർ. കൃഷ്ണൻ്റെ കക്ഷിയിലാണ് ബലരാമൻ. അപ്പോൾ രണ്ടുപേരും തങ്ങളിൽ യുദ്ധം നടക്കത്തില്ലെന്ന് അവന് തീർച്ചയായിട്ടും അറിയാം. ഏതൊരു കക്ഷിക്കാരാകുമ്പം ബലരാമൻ്റെ കക്ഷിയിലുള്ള എന്നാൽ ബലരാമനെങ്കിലും വകവരുത്താമെന്ന് അവൻ കരുതി കാണും. അതുകൊണ്ട് ഭഗവാനോടുള്ള ഭയം കൊണ്ട് ഇവൻ മറയത്തോട്ട് ഇത്തിരി ദൂരോട്ട് അങ്ങ് കൊണ്ടുപോയി ഈ ബലരാമനെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ബലരാമനെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം അവനുണ്ടായില്ല. അങ്ങ് കൺവെട്ടത്ത് നിന്ന് മാറി രാമനെ വകവരുത്താമെന്ന് വിചാരിച്ചായിരിക്കാം സങ്കേതവും വിട്ട് അവൻ ഓടി മറഞ്ഞത്. അതാണ് കാരണം. അതുകൊണ്ടാണ് അവൻ ബലരാമനെയും കൊണ്ട് മുമ്പോട്ടങ്ങ് ഓടി. കാരണം കൃഷ്ണന് കാണാൻ വയ്യാത്ത രീതിയിൽ അന്നാലല്ലേ അവന് വിചാരിച്ച് ഈ ബലരാമനെ വധിക്കാം എന്ന്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കുമ്പോൾ മനസ്സിലാവും ആരാണ് മരിച്ചതെന്നൊക്കെ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.